പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാസ്റ്ററുടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഉണ്ടായിരുന്നു. അത് ഉദ്ദേശം, ശ്രദ്ധ, മനോഭാവം, ഈ 3 വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് കാലത്തും മഹാപ്രളയം വരെയും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സന്ദേശമാണത്. പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്ത ഒരു കാര്യമാണ്. സാധാരണ ജീവിതത്തിൽ പ്രയോഗക്ഷമമായിട്ടുള്ള ഒരു കാര്യം, പക്ഷെ നമ്മൾ അത്രയും കൂടി ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു സംഗതിയാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് സാധാരണ നമ്മൾ നമ്മുടെ സത്സംഗങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. സത്സംഗം നടക്കുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ സത്സംഗ സമയത്ത് എത്ര പേര് മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഈ സന്ദേശം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ മാസ്റ്റർ നമ്മളോട് ചോദിക്കേണ്ട അതിനർത്ഥം എന്താണ്? അങ്ങനെ പലരും ചെയ്യുന്നുണ്ടാവാം എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന് നമ്മുടെ ശ്രദ്ധ ഒരു 3 സെക്കൻഡ് നേരെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കമ്പനികൾ ചെലവാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പരസ്യങ്ങളുടെ ലോകം എന്ന് പറയുന്നത് കോടികളാണ് അവർ ചിലവാക്കുക 3 സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി. എന്നാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധ വികേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നും. ഒരു ഭാഗത്ത് ശ്രദ്ധയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കോടികളുടെ ബിസിനസ്, മറ്റൊരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് അതിലെ വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രതിഭാശാലികൾ പറഞ്ഞതും ഇന്ന് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ തെളിയിച്ചതുമായിട്ടുള്ള ഒരു വസ്തുത അദ്ദേഹം പറയണം. അതായത്, നമ്മളുടെ ശ്രദ്ധ എവിടെയാണോ നമ്മൾ അതായിത്തീരുന്നതാണ്. എവിടെയാണോ നമ്മുടെ ശ്രദ്ധ, നമ്മൾ ആത്യന്തികമായി അതായിത്തീരുന്നത്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും. എവിടെയാണോ നമ്മുടെ ദൃഷ്ടി, അവിടെയാണ് നമ്മുടെ സൃഷ്ടി. എന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആവാൻ പോകുന്നത്. എന്നാൽ ഉന്നതമായ മനോഭാവത്തിൻ്റെയും ഉദ്ദേശശുദ്ധിയുടെയും അഭാവത്തിൽ ശ്രദ്ധ കൊണ്ട് മാത്രം കാര്യമില്ല. ഉദ്ദേശശുദ്ധിയും മനോഭാവവും ശ്രദ്ധയോടൊപ്പം പ്രധാനമാണ്. അപ്പം അത് രണ്ടും ഇല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഇല്ലാതെ കടലിൽ അലയുന്ന ഒരു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പോലെയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ലക്ഷ്യബോധം തരുന്നു. അതായത്, ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിന് ഇത് ചെയ്യണം എന്നുള്ളതിന് ഉത്തരം തരുന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ശ്രദ്ധയോ? ശ്രദ്ധ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് തരും. മനോഭാവം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണവിശേഷം നമുക്ക് പ്രദാനം ചെയ്യും. അതായത്, എങ്ങനെ ചെയ്യണം,
അപ്പോൾ ഈ 3 ഘടകങ്ങളും ഒരു കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ത്രിമൂർത്തികൾ പോലെയാണ്. 3ഉം അത്യാവശ്യമാണ്. അതായത് എന്തിനാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്? അതാണ് ഉദ്ദേശം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ശ്രദ്ധ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. കേന്ദ്രീകരണം. എന്ത് മനോഭാവത്തിലാണ് ചെയ്യണത് എന്നുള്ളത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഭാഗമായി മാറും. അപ്പോൾ ഈ 3 ഘടകങ്ങളും ഒരേപോലെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നർത്ഥം. അതുകൊണ്ട് അത് ത്രിമൂർത്തികൾ പോലെയാന്ന് പറയാൻ കാരണം. അപ്പോൾ ഇനി ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പാചകം പരിശീലിക്കുകയെന്ന് വിചാരിക്കാം. എന്താണ് ഉദ്ദേശം? ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബത്തിന് പോഷകാഹാരങ്ങൾ കൊടുക്കുക എന്നാണ്. അമ്മമാർക്കറിയാം. അതാണ് ഉദ്ദേശം. പാചകം പഠിക്കാനുള്ള ഉദ്ദേശം. പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുടുംബത്തിന് വേണം എന്നുള്ളതാണ് ഉദ്ദേശം. ശ്രദ്ധയോ? ശ്രദ്ധ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത്? അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് മിക്സ് ചെയ്യുമ്പോഴാണ് അത് ശരിയായ ഭക്ഷണമായിട്ട് മാറുക എന്നുള്ളതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. മനോഭാവം എന്ന് പറയുന്നതോ, ഇത് സ്നേഹത്തോടെ ചെയ്യാം, അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ട് ചെയ്യാം. ഇത് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്നേഹത്തോടെയും നിഷേധാത്മകമായിട്ട് ചെയ്യുന്ന ആ ഭാഗമാണ് ഈ ഭക്ഷണത്തിനെ വെറും ഭക്ഷണമാക്കി മാറ്റുന്നതും പ്രസാദമാക്കി മാറ്റുന്നതും. അതുകൊണ്ട് നമ്മൾ അമ്മമാരുടെ അമ്മ ഉണ്ടാക്കിയ പോലെ എന്നൊക്കെ പറയണത്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഈ 3 ഘടകങ്ങളും സമഞ്ജസമായി യോജിക്കുന്ന രീതിയിലാണ് മദേഴ്സ് കിച്ചൺ എന്നൊക്കെ ഉള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ വന്നത്. അതായത് ഈ 3 ഘടകങ്ങളും പരമപ്രധാനമാണെന്ന്. അപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക് 3 വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ഋഷിമാർ നമുക്ക് നിർദ്ദേശിച്ചു. ഒരേ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് 3 വഴികൾ. നമുക്കറിയാം എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അപ്പോൾ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന് പറയുന്നതാണ് എന്ത്? ഉദ്ദേശം, ശ്രദ്ധ, മനോഭാവം. അപ്പോൾ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധ, അതായത് കർമ്മയോഗം. എന്ത് അറിവാണ് ഞാൻ നേടിയെടുക്കേണ്ടത്? അതാണ് ജ്ഞാനയോഗം. ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? അതാണ് ഭക്തിയോഗം. അപ്പം ഞാൻ എന്തറിയണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ആരെ സ്നേഹിക്കണം, ഇതാണ് ജ്ഞാനം, കർമ്മം, ഭക്തി എന്ന്. അതിനെയാണ് ഉദ്ദേശം, ശ്രദ്ധ, മനോഭാവം. അപ്പോൾ ഇത് പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇനി മാസ്റ്റർ ഇത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയുന്നു. ഒരു സംഗീതജ്ഞൻ്റെ അടുത്ത് 3 ശിഷ്യന്മാർ സംഗീതം പഠിക്കാൻ വരിക. അപ്പോൾ 3 ശിഷ്യന്മാരെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരാൾ ജ്ഞാനയോഗിയാണ്, ഒരാൾ കർമ്മയോഗി, ഒരാൾ ഭക്തിയോഗി. അപ്പോൾ അതിനെ വ്യത്യസ്തമായ നിലകളിൽ സമീപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയണത്. അപ്പോൾ കർമ്മയോഗി ഒരു ദിവസം 8 മണിക്കൂർ നേരം സംഗീതം പരിശീലിക്കും. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ ഞാനായിരിക്കണം എന്നാണ്. ആ ഉദ്ദേശത്തിൽ കഠിനാധ്വാനം ചെയ്യണം.
പരിശീലനം. അപ്പം അദ്ദേഹം പറയാണ് 1 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സംഗീതം നോക്കുമ്പോൾ സാങ്കേതികമായിട്ട് ഉന്നത നിലവാരമായിരിക്കും. കാരണം നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംഗീതം കേട്ടപ്പോൾ ആളുകൾക്ക് കണ്ണ് നനയുന്നില്ല. ഒരു ഭാവമില്ല അതിന്. അപ്പോൾ അത് കർമ്മയോഗിയാണ്. ഇപ്പോൾ കർമ്മയോഗിയുടെ കർമ്മത്തിൻ്റെ പരിണിത ഫലം എന്താന്ന് പറയുന്നു. സാങ്കേതിക മികവുണ്ട്, പക്ഷെ ഭാവമില്ല. മറ്റേ ആൾ ജ്ഞാനയോഗിയാണ്. അദ്ദേഹം 1 വർഷത്തിൽ സംഗീതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയതയും മനസ്സിലാക്കി. ഓരോ സംഗീതത്തിലെ വ്യത്യസ്ത രാഗങ്ങൾ അതെങ്ങനെ പ്രയോഗക്ഷമമാക്കണം എന്നുള്ളതിൻ്റെ തത്വങ്ങൾ മുഴുവൻ അദ്ദേഹം സ്വാംശീകരിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് സംഗീതം അവതരിപ്പിക്കുന്ന സമയത്ത് സംഗീതത്തെക്കുറിച്ച് നല്ല പ്രഭാഷണം ചെയ്യാൻ അദ്ദേഹം യോഗ്യനായി മാറി. സംഗീതത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അതിൻ്റെ തത്വം എന്താണെന്ന് പറയും. പക്ഷേ സംഗീതം പ്രകടിപ്പിച്ചപ്പോൾ അതൊരു തണുത്ത പ്രതികരണം ഉണ്ടാക്കിയത്. അപ്പോൾ ബുദ്ധിപരമായ മികവുണ്ട്, പക്ഷേ ആളുകളുടെ ഹൃദയത്തിനെ അത് സ്പർശിക്കുന്നില്ല. ഇതാണ് ജ്ഞാനയോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ആരാ ബാക്കിയുള്ളത്? ഭക്തിയോഗിയാണ്. ഭക്തിയോഗിയും സംഗീതം പരിശീലിച്ചു. അപ്പം അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഗുരുവിനോടുള്ള സ്നേഹവും ഭക്തിയാണ്. ഇപ്പോൾ ഗുരുവിനോടുള്ള സ്നേഹവും ഭക്തി ഉണ്ടായാൽ ധാരാളമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനം. 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം കേട്ട് ആളുകളുടെ കണ്ണ് നനഞ്ഞു. കാരണം അത് വൈകാരികതയാണ് ഉള്ളത്. പക്ഷേ ആ വൈകാരികത എന്ന് പറയുന്നത് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു പുഴ പോലെയാണ്. വെള്ളപ്പൊക്കത്തിൽ എന്ത് സംഭവിക്കുക? ചുറ്റുമുള്ള എല്ലാം നശിപ്പിക്കും അത്. ഇപ്പോൾ വൈകാരികതയുടെ പ്രകടനമായിരുന്നു അത്. പക്ഷെ അതിനൊരു ഘടന ഉണ്ടായിരുന്നില്ല ആ സംഗീതത്തിന്. ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ശാസ്ത്രീയതയും സാങ്കേതിക നിലവാരം പുലർത്തിയില്ല. അതാണ് ഭക്തിയോഗിയുടെ അവസ്ഥ. അപ്പോൾ ഗുരു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അദ്ദേഹം 3 പേരെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ആദ്യത്തെ ആൾ കർമ്മയോഗിയോട് പറഞ്ഞു, നിൻ്റെ സംഗീതം എന്ന് പറയണത് ആത്മാവ് ഇല്ലാത്ത ശരീരം പോലെയാണ്. രണ്ടാമത്തെ ആൾ ജ്ഞാനയോഗി അദ്ദേഹത്തിനോട് പറഞ്ഞു, നിൻ്റെ സംഗീതം എന്ന് പറയണത് ഹൃദയമില്ലാത്ത മനസ്സ് പോലെയാണ്. മൂന്നാമത്തെ ആൾ ആരാ? ഭക്തിയോഗി അദ്ദേഹത്തിനോട് പറഞ്ഞു, നിൻ്റെ സംഗീതം എന്ന് പറയണത് ഒരു പാത്രത്തിൽ ഒതുങ്ങാതെ കരകവിയുന്ന വൈകാരികതയാണ്. ഇപ്പം 3 അപൂർണാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കാവുന്ന സമയം. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു, ഇനി ഒരു കാര്യം ചെയ്യുക, അടുത്ത 1 വർഷത്തേക്ക് നിങ്ങൾ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക. അപ്പം അദ്ദേഹം പറയണ അവിടുന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരുടെ 3 പേരുടെയും സംഗീതം പരിപൂർണമായി. സാങ്കേതികമായ പരിപൂർണത, ബുദ്ധിപരമായ പരിപൂർണത, വൈകാരികമായ പരിപൂർണത. അപ്പം ആ സംഗീതം കേട്ടപ്പോൾ ആളുകൾ പരിവർത്തനപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിവ്, ശ്രദ്ധ, മനോഭാവം ഇത് 3 വാസ്തവത്തിൽ ഒന്നാണ്, വേറെ വേറെയല്ല. അപ്പം അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധ്യമല്ല.
അതായത് ഒരു സംഗീതോപകരണം എടുത്തിട്ട് അതിന് 3 സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 സ്ട്രിങ്ങും കൂടി ഒരുമിച്ച് മീട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് സംഗീതം വരുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള സംഗീതമായിരിക്കും അത്. നേരെ മറിച്ച് അതിൻ്റെ ഒരു കമ്പി മാത്രമാണ് നമ്മൾ മീട്ടുന്നതെങ്കിൽ അതൊരു സ്വരം മാത്രമായിരിക്കും സംഗീതത്തിൽ. അതുപോലെയാണ് എന്ത്? ജ്ഞാനം, കർമ്മം, ഭക്തി. അതായത് സംഘടിതമായിട്ട് ഇത് ഒരു മാർഗമാണെന്ന്. ഇത് സാധാരണ ജീവിതത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമെങ്കിലും ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നസങ്കീർണത നമുക്ക് മനസ്സിലാവുക. ഇനി അദ്ദേഹം മറ്റൊരു കഥയും കൂടി പറയുന്നുണ്ട് ഇതുപോലെ തന്നെ. അതിൻ്റെ കുറച്ചും കൂടി നമുക്ക് അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം പറയണതിൽ മറ്റൊരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി സംഗീതം പഠിക്കാൻ വേണ്ടി എത്തിച്ച ഒരാളേ ഉള്ളൂ. നേരത്തേൽ 3 പേരുണ്ടായിരുന്നു വ്യത്യസ്ത മാർഗങ്ങളെ. ഇത് ഒരേ ഒരു ശിഷ്യൻ ഒരു സംഗീതജ്ഞനായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്തെത്തി സംഗീതം പഠിക്കാൻ. അപ്പോൾ ആദ്യത്തെ 1 മാസം ഗുരു ഒന്നും തന്നെ പഠിപ്പിച്ചില്ല. ഗുരു ഒരു മുറിയിലിരുന്നിട്ട് ഈ സംഗീതോപകരണം വായിക്കും. ശിഷ്യൻ ഈ മുറിയുടെ ഒരു മൂലയിലിരുന്നിട്ട് ഈ സംഗീതം കേട്ടുകൊണ്ടിരിക്കും. ഇതാണ് ആദ്യത്തെ 1 മാസം മുഴുവൻ സംഭവിച്ചത്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ മനസ്സിൽ 3 വ്യത്യസ്തമായ ശബ്ദങ്ങൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ 3 വ്യത്യസ്തമായ ശബ്ദങ്ങൾ: കർമ്മശബ്ദം, ജ്ഞാനശബ്ദം, ഭക്തിയുടെ ശബ്ദം. ഇപ്പോൾ കർമ്മശബ്ദം അദ്ദേഹത്തിനോട് പറഞ്ഞു, എപ്പോഴാണോ ഞാൻ ഈ പരിശീലനം തുടങ്ങാൻ പോകുന്നത്? എൻ്റെ കൈ ഇങ്ങനെ തരിക്കുകയാണ് ഈ ഉപകരണം എടുത്ത് വായിക്കാൻ എന്നുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. വ്യത്യസ്തമായ ചിന്തകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്ന് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്ത. ഇനി ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്ത, വേറൊരു ചിന്ത വന്നു. ഒരുപക്ഷേ ഈ നിശബ്ദതയിൽ ഗുരു എന്നോട് പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പം ഈ നിശബ്ദതയിൽ ആ ജ്ഞാനം ഞാൻ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജ്ഞാനശബ്ദം അദ്ദേഹത്തിനോട് പറഞ്ഞു. 3ാമത്തെ ശബ്ദം, ഇടയ്ക്ക് വേറൊരു ശബ്ദം വരും, ഭക്തിയുടെ ശബ്ദം. അത് പറയും, ഒരുപക്ഷെ ഇതൊന്നും ജ്ഞാനവും കർമ്മമൊന്നും ആവശ്യമുണ്ടാവില്ല. ഗുരുവിനോടുള്ള ഭക്തി സ്നേഹത്തിൽ തന്നെ ഇതെല്ലാം എനിക്ക് ഗ്രഹിക്കുമായിരിക്കാം എന്നുള്ളൊരു ശബ്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ എന്താണ് പ്രശ്നം? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 3 ശബ്ദങ്ങളും പരസ്പരം മത്സരിച്ച് ശിഷ്യനെ പീഡിപ്പിക്കാൻ തുടങ്ങി. പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ചില സമയത്ത് കർമ്മശബ്ദം വിജയിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ ജ്ഞാനശബ്ദം വിജയിക്കും പരസ്പരം മത്സരിക്കുമ്പോൾ. വേറെ ചില സന്ദർഭങ്ങളിൽ ഭക്തിയുടെ ശബ്ദം വിജയിക്കും. അദ്ദേഹം പറയണ അങ്ങനെ 1 മാസം കഴിഞ്ഞു പോയി. അതിലിടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് ഈ ഗുരു ഇങ്ങനെ സംഗീതം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശിഷ്യൻ്റെ ഉള്ളിൽ ഈ 3 ശബ്ദങ്ങളും സമഞ്ജസമായിട്ട് യോജിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക ഉണർവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. അദ്ദേഹത്തിന് പറഞ്ഞു, ഈ നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടെ ശക്തമായിട്ട് നിന്നു. അപ്പം ആ സാന്നിധ്യത്തിൽ ഇദ്ദേഹം ഗുരുവിൻ്റെ ഈ സംഗീതത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഗുരുവിനോടുള്ള സ്നേഹവും മതിപ്പും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണർന്നു. ഇത്തരത്തിലുള്ള ഈ പഠന രീതി അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നൊരു ഉണർവ് നൽകി.
അതായത് ജ്ഞാനവും ഭക്തിയും കർമ്മവും കൂടി കലർന്ന പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരു ഉണർവ് ശിഷ്യൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഉണ്ടായി. ആ ദിവസം ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പം നീ പഠിക്കാൻ തയ്യാറായിരിക്കുന്നു, പഠനം തുടങ്ങേണ്ട സമയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ജ്ഞാനം, അറിവ്, കർമ്മം, മനോഭാവം എന്നത് വ്യത്യസ്തമല്ല, ഒന്നാണ്. ഒരു സംഗീതോപകരണം നമ്മൾ കയ്യിലെടുത്താൽ കൈകൊണ്ട് വേണം അത് വായിക്കാൻ, അതാണ് കർമ്മം. മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കണം, അതാണ് ജ്ഞാനം. ഹൃദയം കൊണ്ട് സമർപ്പിക്കേണ്ടത്, അതാണ് ഭക്തി. അപ്പം മൂന്നും വ്യത്യസ്തമല്ല. അപ്പോൾ ഇതെല്ലാം മനോഹരമായ കഥകളാണ് നമുക്ക് തോന്നും. ഇപ്പോൾ കഥകൾക്ക് പലപ്പോഴും നമുക്ക് പറയണത് എങ്ങനെയാണ്, മഹാഭാരതം കഥകൾ പോലെ കഥകളുടെ ഉള്ളിൽ ഒരു ഗുണപാഠം. കഥ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ താരതമ്യേന എളുപ്പമാണ്. ഒരു സിദ്ധാന്തം പറയുന്നതിനേക്കാൾ എളുപ്പമാണ് ആ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഒരു കഥ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. അപ്പോൾ സിദ്ധാന്തത്തിന് ജീവൻ കൊടുക്കുന്നതാണ് കഥകൾ. അപ്പോൾ ഇത് മനോഹരമായിട്ടുള്ള കഥകളാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ധ്യാനം നടക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കണം. ജോലി ചെയ്യുന്ന സമയത്ത് ആളുകൾ ജോലി വലിച്ചു നീട്ടി കൂടുതൽ സമയമാക്കി മാറ്റും. എന്താ കാരണം? ഓവർ ടൈം. കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ മൂല്യം എന്നുള്ള അർത്ഥത്തിലാണ്, കൂടുതൽ ഉൽപ്പാദനക്ഷമത എന്നുള്ള അർത്ഥത്തിലാണ് ഈ സമയം വലിച്ചു നീട്ടുന്നത്. അതിൽ കുടുംബത്തിലെല്ലാവരും കൂടി ഇരുന്ന് അത്താഴം കഴിക്കുകയാണെങ്കിൽ അതിനിടയിൽ കൂടെ നമ്മൾ ഫോൺ നോക്കും, ഇമെയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് നോക്കും. എന്തിനൊന്ന് വലിയ കമ്പനികളിലൊക്കെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കണം. അപ്പോൾ ഇനി കർമ്മ, ഭക്തി, ജ്ഞാന, ഈ സമഗ്രമായ അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ വിശകലനം ചെയ്ത് നോക്കും. അപ്പോഴാണിത് ഇതിൻ്റെ അടിസ്ഥാന തത്വം നമുക്ക് മനസ്സിലാവും. നമ്മൾ ധ്യാന സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് നോക്കുക എന്ന് വിചാരിക്കുക. ധ്യാന സമയത്ത് ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളത് ധ്യാന സമയത്ത് ഫോൺ അടിക്കലും അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഫോൺ ഓൺ ചെയ്യലും ഇതൊക്കെ അതിൽ പെടുന്ന ഘടകങ്ങളാണ് കേട്ടോ. അപ്പോൾ ധ്യാന സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള തെറ്റുകളാണ് നമ്മൾ വരുത്തുന്നതിൽ. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ആദ്യം 3 തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 3 തെറ്റുകൾ. ഏതായിരിക്കും? കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് തെറ്റ്. അതല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ 3 തെറ്റുകളാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്. കാരണം കർമ്മത്തിൻ്റെ സംഗ്രഹമായ രൂപമാണ് ഇത് 3 എന്ന് പറയുന്നു. അപ്പോൾ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന തെറ്റ് എന്താണ്? ഇപ്പം നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യാനൊരു സാധനം വെച്ചിരിക്കുക. വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് TV ഓൺ ചെയ്ത് നോക്കുക, സീരിയൽ നടക്കുകയാണ്. അപ്പോൾ പാകം ചെയ്യും വേണം, ഇതും വേണം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കള വിട്ട് പുറത്ത് വരണു, പിന്നെയും അടുക്കളയിലേക്ക് പോകണു, പിന്നെയും തിരിച്ചു വരണു. അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നുകിൽ അത് കരിയും അടുപ്പത്തുള്ളത്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് പാചകം ചെയ്യപ്പെടില്ല.
ഇതല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ എന്താ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു കർമ്മം ഇടയ്ക്കിടയ്ക്ക് അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇതാണ് ധ്യാനത്തിലേക്ക് നമ്മളത് ഉപയോഗിക്കണം. ഒരു കർമ്മത്തെ, ഒരു പ്രവൃത്തിയെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തിയാൽ ഒരിക്കലും ആ കർമ്മം കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു പാചകത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ ഭക്ഷണം കരിഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ ശരിക്ക് പാചകം സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാദം എന്താ നമുക്ക് മനസ്സിലായി. തെറ്റ്. ഇനി ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാദം എന്താ നോക്ക്. തെറ്റ്. എന്താ അത്? നമ്മൾ നശ്വരമായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്ന സമയത്ത് അനശ്വരമായിട്ടുള്ള ഒരു കാര്യം നേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ നശ്വരമായിട്ടുള്ളതിന് വേണ്ടിയിട്ട് അനശ്വരമായതിനെ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കണമൊക്കെ. ഇപ്പോൾ വന്ന മെസ്സേജ്, ഫോണിൽ വന്ന മെസ്സേജ് നമ്മൾ അന്വേഷിക്കുന്ന ഉന്നതമായ ബോധതലത്തിനേക്കാൾ പ്രധാനമാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ. ഉന്നതമായ ബോധത്തിൻ്റെ ആ അധി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകാനാണ് ശ്രമിക്കുന്നത് ധ്യാനത്തിൽ. അതിനേക്കാൾ പ്രധാനമാണ് ഇപ്പോൾ വന്ന മെസ്സേജ് എന്നല്ല ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം നമുക്കത്. എന്താ ആശയക്കുഴപ്പം? ജീവിതത്തിൽ എന്തിനാണ് പ്രസക്തി ഉള്ളത്, എന്തിനാണ് പ്രസക്തി ഇല്ലാത്തത്, അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും എന്താണ് പ്രസക്തി അല്ലെങ്കിൽ എന്താണ് അപ്രസക്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഇത് കാണിക്കുന്നത്. അതാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് ഇതിൽ. ഇനി എന്താ ബാക്കിയുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൽ തെറ്റെന്ന്? എന്താണ് തെറ്റ്? നമുക്കൊരു പ്രിയതമനുണ്ട്. ആ പ്രിയതമനേക്കാൾ നമുക്ക് പ്രധാനമായിട്ടുള്ള മറ്റാരോ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് വ്യവസ്ഥകൾക്കനുസരിച്ച് മാറി മറിയുന്ന സ്നേഹം. നമ്മുടെ ഓരോ സമയത്തും ഓരോ മാതിരിയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ തത്വം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ടവനെ എല്ലാത്തിലും ദർശിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ളൊരു പ്രണയം നമുക്കില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതായത് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംഭവിക്കുന്ന അപരാധം അല്ലെങ്കിൽ തെറ്റാണ്. അപ്പോൾ ധ്യാന സമയത്ത് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന തെറ്റുകളാണ്. നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ യാന്ത്രികമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ജീവിതത്തിനെ പല പല കഷ്ണങ്ങളായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർമ്മത്തിന് പകരം അതൊരു ശ്രമം മാത്രമായിട്ട് മാറും. അതായത് കർമ്മം എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയുടെ അഭാവത്തിൽ, മനോഭാവത്തിൻ്റെ അഭാവത്തിൽ കർമ്മം ശ്രമമായിട്ട് അധപ്പതി. ഒരു സാധാരണ ശ്രമം അത്രയേ ഉള്ളൂ, കർമ്മമില്ല. അപ്പോൾ കർമ്മത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറയാണ് മാസ്റ്റർ. യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു സംഗ്രഹമാണ്. അതായത് അറിവും ശ്രദ്ധയും മനോഭാവത്തിൻ്റെയും ഒരു സമ്പൂർണമായിട്ടുള്ള സംഗ്രഹമാണ്
യഥാർത്ഥത്തിൽ കർമ്മം. അപ്പോൾ ഇന്ന് നമ്മൾ കർമ്മത്തിൻ്റെ അർത്ഥം മുമ്പ് ഭഗവത്ഗീതയുടെ കാലത്ത് കർമ്മത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കി. ആ കാലത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ സത്കർമ്മം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം. എന്താണ് സത്ത്? നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, ഈശ്വരൻ. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിലേക്ക് നയിക്കുന്ന കർമ്മങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ കർമ്മത്തിന് സത്കർമ്മം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും വലിയ സത്കർമ്മം എന്താണ്? നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം എന്താണ്? ധ്യാനം. ധ്യാനമാണ് ശരിക്കുള്ള സത്കർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. കാരണം അത് നമ്മളെ സത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ആ ധ്യാന സമയത്ത് ഇനി ഈ 3 സംഗതികളും പരിശോധിച്ച് നോക്കുക. കർമ്മം, ഭക്തി, ജ്ഞാനം. ഇപ്പോൾ ധ്യാന സമയത്ത് എന്താണ് പ്രധാനം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതല്ലേ ജ്ഞാനയോഗം എന്ന് പറയുന്നത്. എന്താണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം? നമ്മൾ മനസ്സിലാക്കണം. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം, മനുഷ്യൻ്റെ പരിപൂർണത അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം. അതാണ് നമ്മുടെ ഉദ്ദേശം ധ്യാനത്തിൽ. ഇനി കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക, ശ്രദ്ധയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടത് ധ്യാനത്തിൽ, എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ആ സമയത്ത് ഏത് രീതിയിൽ നമ്മൾ ഇരിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ സാങ്കേതിക വിദ്യ, ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് അതിലെ കർമ്മയോഗം എന്ന് പറയും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ധ്യാനം എന്നുള്ളതുകൊണ്ട് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ശ്രദ്ധ നമുക്ക് തരുന്ന സാധനം. കർമ്മയോഗം. ഭക്തിയോഗം ഏത് മനോഭാവത്തിലാണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടത്? സ്നേഹവും ഭക്തിയും എന്ന് പറഞ്ഞ ഭാവത്തിൽ നമുക്കറിയാം. അതാണ് മനോഭാവം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിലെ 1ാമത്തെ നിർദ്ദേശം സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക എന്ന് പറയുന്നത്. അതിൽ ഈ കർമ്മം, ഭക്തി, ജ്ഞാനങ്ങളുടെ എല്ലാ സംഗ്രഹവും ബാബുജി മഹാരാജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ നിർദ്ദേശം, അവിടെ 10 നിർദ്ദേശങ്ങളിലെ ഓരോ നിർദ്ദേശവും ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഈ കർമ്മഭക്തി ജ്ഞാനങ്ങളുടെ ഒരു സംഗ്രഹ രൂപത്തിലാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ധ്യാന സമയത്ത് ഈ 3 ഘടകങ്ങളും പ്രധാനമാണ്. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ബോധത്തിൽ ഉണ്ടായിരിക്കണം. യഥാർത്ഥ രീതിയിൽ എങ്ങനെ ധ്യാനം ചെയ്യേണ്ടതുണ്ട് നമ്മൾ അറിയണം. കർമ്മം ഏത് ഭാവത്തിൽ നമ്മൾ ധ്യാനം ചെയ്യണമെന്നുണ്ട്, സ്നേഹവും ഭക്തി. അപ്പോൾ ധ്യാന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവനുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ സ്ഥാപിക്കുകയാണ്, ഈശ്വരനായിട്ട്. ജീവാത്മാവിൻ്റെ കാമുകനാണ് ഈശ്വരൻ എന്നാണ്. അപ്പോൾ കാമുകന്മാർ മീറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു പ്രണയമാണ് അവിടെ നടക്കുന്നത് ധ്യാനത്തിൽ. ഞാനും എൻ്റെ ഉന്നതമായ ആത്മാവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പ്രണയം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനേക്കാൾ പ്രധാനമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല. അതായത് ധ്യാനം എന്ന പ്രണയബന്ധത്തേക്കാൾ ഊഷ്മളമായതും പ്രസക്തമായതും ആയ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്നുള്ള ബോധത്തിലാണോ നമ്മൾ ധ്യാനം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവനേക്കാൾ മെച്ചപ്പെട്ട ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കുമോ? അപ്പോൾ യഥാർത്ഥ സത്കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ധ്യാനമാണ്. എന്നിട്ടോ ഈ ധ്യാനത്തിൽ ജ്ഞാനം, കർമ്മം, ഭക്തിയും കൂടി സംഗമിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ധ്യാനാത്മകമായിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, ആ അവസ്ഥയിലാണ് നമ്മൾ മറ്റ് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലോ
സാധാരണ നമ്മൾ ചെയ്യുന്ന ശ്രമം പോലും സത്കർമ്മമായിട്ട് മാറും. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ ജ്ഞാനം, ഭക്തി, കർമ്മം അതിനെ ഒരു ത്രികോണം പോലെയാണ് പറയാം. ത്രികോണത്തിൻ്റെ 3 കോണുകളാണ്. ആദ്യത്തെ താഴെയുള്ള 2 കോണുകൾ ജ്ഞാനവും കർമ്മവും. സാധാരണ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും അറിവും കർമ്മവും ഉണ്ടായാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു. പക്ഷെ അത് പൂർണ്ണമാവുന്നില്ല. ഭക്തി എന്ന് പറയുന്നത് ഏറ്റവും മേലെയുള്ള ആ ത്രികോണത്തിൻ്റെ കോണാണ്. അപ്പോൾ താഴെ ജ്ഞാനവും കർമ്മവും ഒരു നേർരേഖ പോലെയാണ്. അപ്പം അതിൽ ഭക്തി കൊണ്ടുവരുമ്പോൾ ഈ നേർരേഖ മേലേക്ക് പോയി ഇത് 3ഉം കൂടി ഒന്നാവും മുകളിൽ. അതായത് ഭക്തി, ജ്ഞാനവും കർമ്മവും കൂടി സംഗമിക്കുന്ന സമയത്താണ് സത്കർമ്മം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ സത്കർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. പിന്നീടുള്ള സമയത്ത് ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിൽ, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ സാധാരണ ഒരു കർമ്മം ശ്രമം ചെയ്യുമ്പോൾ പോലും അതിന് സത്കർമ്മത്തിൻ്റെ ഫലം തരുന്നു. അതായത് എന്താ സത്കർമ്മത്തിൻ്റെ ഫലം? നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് താരതമ്യേന എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ഒരു കർമ്മം ചെയ്യുമ്പോൾ ബാബുജി മഹാരാജ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കർമ്മം ചെയ്യേണ്ടതെന്ന്. എന്താ പറയുക അദ്ദേഹം? ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മളെ കണക്ട് ചെയ്യേണ്ടതുണ്ട് നമ്മളെ ഹൃദയവുമായിട്ട്. ഹൃദയമായിട്ട് കണക്ട് ചെയ്യുക പറഞ്ഞാൽ ധ്യാനം. ആ ധ്യാനാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. ആ ധ്യാനാവസ്ഥ നിലനിർത്തുന്നതിനെ ആണ് നിരന്തര സ്മരണ എന്ന് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മളോട് നിരന്തര സ്മരണയിൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഒരു കർമ്മം കഴിഞ്ഞ് മറ്റൊരു കർമ്മത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കണക്ട് ചെയ്യേണ്ടതുണ്ട്. നിരന്തര സ്മരണ ഒന്നും കൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്താണ് നിരന്തര സ്മരണ? ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത്, ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഹൃദയത്തിലുള്ള മാസ്റ്ററുമായിട്ട് നമ്മുടെ ഹൃദയം കണക്ട് ചെയ്യും. പിന്നെയോ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് നമ്മൾ ബോധത്തിൽ ഓർപ്പിക്കും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ഈ കർമ്മം ചെയ്യണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് കർമ്മത്തിൽ മുഴുകാനാണ് പറയുക. അങ്ങനെയുള്ള കർമ്മം എന്ത് സംഭവിക്കും? ജ്ഞാനവും ഭക്തിയും കർമ്മവും കൂടി മിക്സ് ആയിട്ടുള്ള സത്കർമ്മമായിട്ട് മാറും. ആ കർമ്മം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള മാസ്റ്റർ ഈ കർമ്മം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ റീകണക്ട് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും നിരന്തര സ്മരണ. അപ്പം നിരന്തര സ്മരണ എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രക്രിയ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം കർമ്മം, ഭക്തി, ജ്ഞാനങ്ങൾ സമഗ്രമായി ഉപയോഗിക്കാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് താരതമ്യേന ഹാർട്ട്ഫുൾനെസ്സിൽ ഈ 3 യോഗങ്ങൾ ഒരുമിച്ച് പ്രയോഗിക്കാൻ എളുപ്പമെന്നർത്ഥം. ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് പറയും. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വേറെ പറയും, ജ്ഞാനയോഗം വേറെ, ഭക്തിയോഗം വേറെ പറയും. പക്ഷെ ഇതൊന്നും വേറെയല്ല, ഇതെല്ലാം ഒന്നാണ്. പിന്നെ വേറെ കാണുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾ ജീവിതത്തിനെ ഓരോ കഷ്ണങ്ങളായിട്ട് കണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം വെറും ശ്രമമായിട്ട് മാറുന്നു. അപ്പോൾ കർമ്മം നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നതാണ്, അല്ലെങ്കിൽ സത്കർമ്മമാണ്. അപ്പോൾ ധ്യാനാവസ്ഥയിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് സാധാരണ കർമ്മം പോലും സത്കർമ്മമായിട്ട് മാറും. ഈ നിരന്തര സ്മരണ എങ്ങനെ വളർത്തിയെടുക്കാം? നിരന്തര സ്മരണ ധ്യാനത്തിലൂടെയാണ് നിരന്തര സ്മരണ വളർത്തിയെടുക്കുക. നിരന്തര സ്മരണയുടെ അമ്മയാണ് ധ്യാനം എന്നാണ്. അമ്മയല്ല ആദ്യം ഉണ്ടാവുക, അതിന് ശേഷമല്ലേ കുഞ്ഞുണ്ടാവണം. അപ്പോൾ ആ ധ്യാന സമയത്ത്
ജ്ഞാനം, ഭക്തി, കർമ്മങ്ങളെ സമഗ്രമായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ സന്ദേശത്തിൽ മാസ്റ്റർ പറയുന്നത്. അതായത് എന്താണ് അറിവ്, എന്താണ് കർമ്മം, എന്താണ് മനോഭാവം, എന്താണ് അതിൻ്റെ സമഗ്രമായിട്ടുള്ള ഉപയോഗം. താങ്ക് യു. നമസ്കാരം.